dear friends, welcome back to my channel. നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള ഒരു സ്വീറ്റ് ആണ് ലഡ്ഡു. അത് നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ലഡ്ഡു ആണ് ഞാൻ ചെയ്തു കാണിക്കുന്നത്. എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടെ മറക്കാതെ പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ലഡ്ഡു എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ലഡ്ഡു ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ബൂന്തി ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലമാവ് ഞാനിതുപോലൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഒരു നുള്ള് 1/4 ടീസ്പൂണിനൊക്കെ കുറച്ച് താഴെയാണ് ഒരു നുള്ള് ബേക്കിംഗ് സോഡ, നമ്മൾ അപ്പത്തിലൊക്കെ ചേർക്കുന്ന ബേക്കിംഗ് സോഡ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. കടലമാവിൽ ചിലപ്പോൾ കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോവും. അതുപോലെ ബേക്കിംഗ് സോഡ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് പിടിച്ചോളും. അപ്പോൾ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിർബന്ധമായിട്ടും ചേർക്കണം, എന്നാലേ കടലമാവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഫുഡ് കളർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഫുഡ് കളർ ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് ഞാൻ ചേർത്തുന്നുള്ളൂ. ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ട കെട്ടാതെ വേണം മിക്സ് ചെയ്യാനായിട്ട്, കട്ടകളൊന്നും ഉണ്ടാവരുത്. ഇതുപോലൊരു വിസ്ക് വെച്ച് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്താൽ ഒട്ടും കട്ടയില്ലാതെ കിട്ടും. അല്ലെങ്കിൽ പിന്നെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലൊരു അളവിലാണ് ഇതുണ്ടാവേണ്ടത്. അധികം ലൂസും അല്ല, അധികം കട്ടി ഉണ്ടാവരുത്. ഒരു ദോശമാവിൻ്റെ ഒക്കെ ഒരു അളവിൽ വേണം ഇത് ഉണ്ടാവാനായിട്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ബൂന്തി ചെയ്തെടുക്കാം. ബൂന്തി ഞാനിവിടെ ഇതുപോലെ ഹോൾസ് ആയിട്ടുള്ള ഒരു ബൂന്തിയുടെ തവിയിലാണ് ഒഴിക്കുന്നത്. ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ കുറച്ച് തള്ളി നിൽക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് അതിൻ്റെ ബോൾ പോലെ നമുക്ക് കിട്ടും. ഇതല്ലെങ്കിൽ പിന്നെ നമ്മുടെ എല്ലാ വീടുകളിലും കാണും ഇതുപോലെ ഒരു തവി ഹോളായിട്ടുള്ള കോരി എന്നൊക്കെ പറയില്ലേ, അത് സ്റ്റീലിൻ്റെ തന്നെ വേണം. ഇത് വേണ്ട, സ്റ്റീലിൻ്റെ ഒഴിച്ചിട്ട് ബൂന്തി ഉണ്ടാക്കി എടുത്താൽ മതി. എൻ്റെ അടുത്ത് അത് സ്റ്റീലിൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബൂന്തി തവി എന്നെ വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് ബൂന്തി ചെയ്തെടുക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണ കറക്റ്റ് ചൂട് ഞാനിവിടെ കാണിച്ചു തരാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ഡ്രോപ്പ് മാവെടുത്ത് ഒഴിച്ച് നോക്കുക. അത് എണ്ണയുടെ മേളിലേക്ക് പൊങ്ങി വരണം. അതാണ് കറക്റ്റ് ചൂടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മാവ് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ വട്ടം ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. മാവ് നന്നായിട്ട് അടിയിലേക്ക് വീഴുന്നത് വരെയും ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മാവ് വീഴാൻ താമസം ഉണ്ടെങ്കിൽ ചെറിയൊരു ദോശത്തവി വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ താഴോട്ട് മാവ് ഇരുന്ന് പൊക്കോളും. ഇനി ഇതൊരു 10-15 സെക്കൻഡ് മാത്രം എണ്ണയിൽ ഇട്ടിരുന്നാൽ മതി. അധികം മൊരിഞ്ഞു പോയാൽ പിന്നെ ബൂന്തിയിലേക്ക് ഷുഗർ സിറപ്പ് കയറില്ല. അതുകൊണ്ട് അധികം മൊരിയാതെ തന്നെ എണ്ണയിൽ നിന്ന് ബൂന്തീസ് എടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബൂന്തി ഇവിടെ റെഡിയാണ്. ഇതിപ്പോൾ കുറച്ച് ചെറിയ ബൂന്തീസാണ്. അത് നമ്മൾ എടുക്കുന്ന തവിയുടെ ഹോളിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും ബൂന്തിയുടെ വലിപ്പം. ഇനി നമുക്ക് സിറപ്പ് റെഡിയാക്കി എടുക്കാം. സിറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പിൽ നിന്ന് 1 കപ്പ് പഞ്ചസാര വരെ ആകാം. 1 കപ്പ് എന്ന് പറയുമ്പോൾ നല്ല അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര എടുക്കുക. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പഞ്ചസാര മുങ്ങാനായിട്ട് ആവശ്യമുള്ള വെള്ളം മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 2-3 ഏലക്ക കൂടെ ചതച്ചിട്ട് കൊടുക്കുകയാണ്. ഏലക്ക പൊടിച്ച് ചേർത്താലും മതി. ഞാനങ്ങനെ പൊടിച്ച് വയ്ക്കാറില്ല. മധുരത്തിന് മാത്രമാണ് ഇതുപോലെ പൊടിച്ചെടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ പൊടിച്ച് വയ്ക്കാറില്ല. പെട്ടെന്ന് അതിൻ്റെ സ്മെല്ലൊക്കെ പോകുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഒരു 1 സ്ട്രിങ് ആവണ്ട, ഒരു 1/2 സ്ട്രിങ് ആയാൽ മതി. 1 സ്ട്രിങ് ആവുമ്പോൾ ലഡ്ഡു കുറച്ച് ഹാർഡായി പോവും. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ലഡ്ഡുവാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. ഹാർഡായിട്ടുള്ള ലഡ്ഡു നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 1 സ്ട്രിങ് ആക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. പഞ്ചസാര തിളച്ച് ഇവിടെ ഒരു 1/2 സ്ട്രിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ 1 സ്ട്രിങ്ങിലേക്ക് പോകും. അതുകൊണ്ട് അപ്പോൾ ഇതുപോലെ കയ്യിലെടുത്ത് നോക്കിയാൽ ഇതുപോലെ ഒട്ടിയിട്ട് 1 സ്ട്രിങ്ങിലേക്ക് വരും, പക്ഷേ അത് വിട്ടു പോവും. 1 സ്ട്രിങ് ആയിട്ട് ഇങ്ങനെ നിൽക്കില്ല. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അഥവാ 1 സ്ട്രിങ് ആയി പോയാൽ ഒരല്പം വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് ആക്കി എടുക്കുക.
എന്നിട്ട് പെട്ടെന്ന് തന്നെ ബൂന്തീസ് ഇതിലേക്കിട്ട് യോജിപ്പിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 20 മിനിറ്റിൽ നിന്ന് അരമണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴാണ് ബൂന്തീസിലേക്ക് ആ സിറപ്പൊക്കെ നന്നായിട്ട് കയറുള്ളൂ. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ബൂന്തിയിലേക്ക് ശരിക്കും സിറപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും നട്ട്സും കിസ്മിസൊക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും നട്ട്സും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്ത് ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇതിൻ്റെ നെയ്യുടെ അളവ് കുറയ്ക്കാം, അല്ലെങ്കിൽ നെയ്യ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒരു 10 കാഷ്യൂനട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കാഷ്യൂനട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കിസ്മിസ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ബൂന്തിയിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിൽ നിന്ന് കുറച്ച് ബൂന്തി എടുത്ത് ഞാനിന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു 1/4 ഭാഗം ബൂന്തി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നട്ട്സും കിസ്മസും ഒക്കെ മാറ്റി വെച്ചിട്ട് ബൂന്തി എടുക്കുക. അതുപോലെ ഞാൻ ഏലക്കയും ഇതിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ബൂന്തി ഇവിടെ ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലഡ്ഡു ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഹാഫ് സ്ട്രിങ് ആയതുകൊണ്ട് തന്നെ ഇത് ചൂടാറുമ്പോഴാണ് കുറച്ച് കയ്യിൽ പിടിച്ച് ഉരുട്ടാറാവുള്ളൂ. അപ്പോൾ 1 സ്ട്രിങ് ആണെങ്കിൽ ചൂടോടുകൂടി തന്നെ ഉരുട്ടിയാലാണ് ലഡ്ഡു നന്നായിട്ട് പിടിച്ച് ഉരുട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഉരുട്ടിയെടുക്കാം. ലഡ്ഡൂസ് ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണിത് ചെയ്യാൻ. പഞ്ചസാര സിറപ്പിൻ്റെ സ്റ്റേജ് ഒന്ന് കറക്റ്റ് ചെയ്യുക. അതുപോലെ ബൂന്തി നമ്മൾ അധികം ഫ്രൈ ചെയ്യാതെ എടുക്കുക. ബൂന്തീസ് ഷേപ്പില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിങ്ങനെ അരച്ചെടുക്കുന്നതുകൊണ്ട് ഷേപ്പില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. നല്ല ലഡ്ഡു തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ലഡ്ഡു ഉരുട്ടി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഹാർഡാവും. അതുകൊണ്ട് നമ്മൾ ഉരുട്ടുമ്പോൾ ഉള്ള ഒരു സോഫ്റ്റ്നെസ് കാര്യമാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.